ക്രോസ് ലൈൻ ആണ് ഇതോ ഇതുപോലുള്ളതല്ല. ഇത് അദ്ദേഹത്തിന്റെ അപ്ലൈൻ ആണ്. ഇപ്പോൾ അപ്ലൈനിൽ LOS അപ്ലൈൻ ധാരാളം ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ അപ്ലൈൻ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈൻ ആരാണെന്ന് അറിയാം. ഇപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്? എനിക്കോ സിസ്റ്റത്തിനോ നമ്മുടെ സിസ്റ്റത്തിൽ അസോസിയേറ്റ് ഉള്ളവർക്കോ ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കുന്നത്, നഷ്ടമുണ്ടാക്കുന്നത്, അവരുടെ പ്രവർത്തനത്തിന് ഊർജം കുറയ്ക്കുന്നത് എല്ലാം നെഗറ്റീവാണ്. മേ ബി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്റ്റ്, സിസ്റ്റം, ആളുകളെ കുറിച്ച് എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു വിഷയം വന്നാൽ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും ഞാൻ അതിൻ്റെ ടീമിലുള്ളവരോട് പറയാൻ പാടില്ല. എൻ്റെ ക്രോസ് ലൈൻ ആയിട്ടുള്ള ആളുകളോട് ഞാൻ പറയാൻ പാടില്ല. എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. പ്രശ്നമാണെങ്കിൽ, പരിഹരിക്കേണ്ടതാണെങ്കിൽ, പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ആൾ ആരാണ് എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അവരോട് മാത്രം പറയുക. കാരണം വിഷയം നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉദാഹരണം പറയാം. നമ്മൾ കടം കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഒരാൾ ഇങ്ങനെ സ്ഥിരമായി കടം മേടിക്കുകയും അത് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ആളുകളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ശീലമുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് പൈസ തിരിച്ചു തന്നിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കും, അല്ലെങ്കിൽ എന്തിനും ന്യായം പറയില്ല. എൻ്റെ ടീമിൽ ഒരാളുടെ അടുത്ത് ഇതേ സംഭവം ഉണ്ടായി. അദ്ദേഹം എൻ്റെ അടുത്ത് പറയാം, സാറേ ഈ പാർട്ടി എൻ്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിച്ചു, കുറെ നാളായി ചോദിച്ചിട്ട് തരുന്നുമില്ല, ഇപ്പൊ ഫോൺ വിളിച്ചെടുക്കില്ല, മീറ്റിംഗ് വരില്ല, ആപ്പാട് ഗുരുമാലായിരുന്നു. എന്ത് പറയും റീജന മാഡം? എന്ത് പറയും? പണ്ടേ പറഞ്ഞതാണ് കടം കൊടുക്കരുതെന്ന്, ഞാനും പെട്ടിരിക്കുക. അല്ലേ? അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറഞ്ഞു? യെസ്. ആര്? പുള്ളിയോ? കാശ് മേടിക്കും? ഹേ, എന്റെ അറിവിൽ അങ്ങനെയൊന്നും പുള്ളി ചെയ്യുന്ന പാർട്ടിയല്ല. അങ്ങനെ ഇവരാരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. അതേപോലെ ഒറ്റപ്പെട്ട സമ്പാദിക്കണം മേടിച്ചിട്ട് പുള്ളിക്ക് തരാൻ പറ്റാത്തത് കുഴപ്പമില്ല, അത് പുള്ളി തരും. തരാന്ന് പറഞ്ഞാൽ പുള്ളി തരും. എന്റെ അനുഭവത്തിൽ പുള്ളി തരും. നിങ്ങൾ ഗ്യാരണ്ടി ഒന്നും പറയണ്ട കേട്ടോ. എന്റെ അനുഭവത്തിൽ പുള്ളി അങ്ങനെ ആളല്ല. ഞാൻ തട്ടിയിട്ടിരിക്കുക. എന്താ കാരണം? ഫിനാൻഷ്യലി ഇപ്പൊ പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പുള്ളി കൊടുക്കാത്തത്. നാളെ പുള്ളി ഡയമണ്ട് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൈസ കൊടുക്കും, കാരണം സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ പുള്ളിയോട് പറയും, നമ്മളെല്ലാവരും ചെയ്ത എന്റെ പൊന്നെ നീയും പെട്ടോ, എന്റെ പൊന്നാവേ ആളെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാ പുള്ളിയുടെ പരിപാടി. അപ്പോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചകഞ്ഞ് പുള്ളിയുടെ ജാളുകൾ എടുക്കുക. പുള്ളി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് സംഭവിക്കും? ഒന്ന്, എന്റെ എനർജി, അയാളുടെ എനർജി, സമയം, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് കളയുന്നു. ആ വ്യക്തിയെ കുറിച്ച് ഒരുപാട് മാർക്ക് ആളുടെ മനസ്സിൽ പതിപ്പിച്ചു. ഈ പറയുന്ന ആളുടെ അപ്ലൈൻ ആയിരിക്കാം, ഡൗൺലൈൻ ആയിരിക്കാം. പിന്നെ അയാൾ ആ പൈസ തിരിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോളൂ, എന്റെയും പൈസ തന്നു വിചാരിച്ചോളൂ. പക്ഷെ അയാളെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരിക്കലും മാറില്ല. പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഇന്ന് കടം മേടിച്ച ആളാണ്, സമയത്ത് തരാത്ത ആളാണ്, അയാളെ കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പോകില്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇനിയൊരു സിസ്റ്റം പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഞാനൊരു ട്രോളി വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുപോയി ഉടൻ തന്നെ അതിന്റെ വീൽ അസംബ്ലി എല്ലാം കൂടെ പറഞ്ഞു പോയി. എന്താ ചെയ്യാ? സാധാരണഗതിയിൽ ഒരു അസോസിയേറ്റ് പേര് വാങ്ങിച്ചു, വില കൂടിയ ഒരു സാധനം വാങ്ങിച്ചു, അതിനൊരു പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ അപ്ലൈനെ വിളിച്ചിട്ട് പറയാം, അതെ നിങ്ങളുടെ ട്രോളി ഇതാ കിടക്കുന്നു, അതിന്റെ വീട് പൊട്ടിപ്പോയി. അപ്ലൈൻ എന്ത് പറയും? അത് എനിക്ക് ഉത്തരവാദിത്തമില്ല, മേടിച്ച കടക്കാരോട് പറയും. പോളിമാടത്തെ വിളിച്ച് പറയാണ്, ഞാൻ മേടിച്ച ട്രോളിയുടെ കാല് പോയി. പോളിമാടം എന്ന് പറയും, അത് നിങ്ങൾ മെയിൽ ചെയ്യൂ, കമ്പനിക്ക് ചെയ്യൂ, കമ്പനി റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തരാം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ആളുകൾ അങ്ങനെ പറയും. മോളിമട അങ്ങനെ പറയില്ല. മോളിമട എങ്ങനെ പറയും? യെസ്, ബ്രിങ് ഇറ്റ് ബാക്ക്. അതാണ്
ആർസിമിൽ സജീവമായിട്ടുള്ള ഒരു ലീഡർ ആക്കിയിട്ടാണ് പറയുന്ന കാര്യം. ബ്രിങ് ഇറ്റ്, നോ പ്രോബ്ലം. അവിടെ കൊണ്ടുവരുമ്പോൾ ട്രോളി ഇല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യൂ, ട്രോളിയുടെ വിലയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ എന്താണെന്ന് വെച്ച് എടുത്തോളൂ. അത് ബില്ല് പറ്റില്ല, ഇത് ബില്ല് ചെയ്തല്ലോ, ഞാൻ ഏറ്റ കാര്യം. അവരുടെ ബില്ല് വെച്ച് മാഡത്തിന് അത് കമ്പനിയെ ബന്ധപ്പെട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഇത് ചെയ്യാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോൾ ആ വ്യക്തി നെഗറ്റീവ് ആകും. മാത്രമല്ല എല്ലാരോടും പറയും, ആർസിബിയിൽ നിന്ന് ഒരു ട്രോളി വാങ്ങിച്ചു, അതിന്റെ കാല് പോയി, ഞാൻ ലീഡറോട് പറഞ്ഞു, അവര് ശരിയാക്കിയില്ല, കടയിൽ പറഞ്ഞു, അവര് ശരിയാക്കിയില്ല, മൊത്തം ഇതിനെ കുറിച്ച് പറയും. ആർസിബിന് മാത്രമല്ല എവിടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. ഇവിടെ നമ്മളത് കൈകാര്യം ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും മാഡം പറഞ്ഞതുപോലെ അവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്താണ് ഒരാൾ പറയുന്നതെങ്കിലും ഈ വിഷയം നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ടെക്നിക് ചെയ്യുകയാണ്. ഒരു 4000-5000 രൂപ 2-3 മാസത്തേക്ക് നമുക്ക് അതൊന്ന് റോഡ് ചെയ്യേണ്ടി വന്നാലും പ്രശ്നമില്ല. ആ വ്യക്തിയെ, ആ ഷോപ്പ് നടത്തുന്നവരെ, ആ അസോസിയേറ്റ് പേര് നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. നോ പ്രോബ്ലം, നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള എഴുത്തുകുത്ത് നടത്തി കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാം. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളത് എന്താ പറയാ, ആകപ്പാടെ ചളവാക്കും. ഒരാള് ഒരു കുക്കർ വാങ്ങിച്ചു, കുക്കറിന് പ്രശ്നം ഉണ്ടായി. അയാള് കടയിൽ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ ടീം ലീഡറോട് പറയാൻ പറഞ്ഞു. ലീഡർ നോക്കിയപ്പോൾ ലീഡറുടെ ടീമിലുള്ള മറ്റൊരു ഷോപ്പാണ്. അയാളോട് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു നിങ്ങൾ ലീഡർ അല്ലേ, നിങ്ങൾ അതിന്റെ പൈസ കൊടുക്ക്. അപ്പൊ നിങ്ങൾ ഡിപ്പോയിൽ പറയാൻ പറഞ്ഞു. എന്ത് പറയുന്നു, ഷോപ്പ് അടഞ്ഞു പോയി. ഒരു കുക്കർ, മനസ്സിലായില്ലേ? 2009 തോന്നുന്നു നമ്മുടെ അങ്കമാലി ബസാർ തുടങ്ങിയപ്പോൾ 2009 10 ആ പിന്നിലാണ് റെയിൻകോട്ട് വന്നു. റെയിൻകോട്ട് വന്നപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ തൂക്കിയിട്ടു, വഴിയെ പോകുന്ന ആളുകൾ കണ്ടോട്ടെ. ഒരു മീൻ കച്ചവടക്കാരൻ അതിലെ വന്നു. റെയിൻകോട്ട് കണ്ടപ്പോൾ എന്താ വില എന്ന് ചോദിച്ചു. ഒരെണ്ണം 180 രൂപ, ഒരെണ്ണം 150 രൂപ, അല്ല 180, 210 വന്നു. അപ്പൊ ഈ 180 രൂപയുടെ റെയിൻകോട്ട് അയാൾ വാങ്ങിച്ചു. 2 പീസാണ്. എന്നിട്ട് ഈ MH മീൻ കച്ചവടത്തിന് പോകുന്ന ആളാണ്. ആൾ ഇതും കൊണ്ട് പോയി 2 മണിക്കൂർ തിരിച്ചു വന്നു. നിങ്ങളുടെ റെയിൻകോട്ട് ഇപ്പൊ മേടിച്ചോണ്ട് പോയതേ ഉള്ളൂ. ആ കടയിൽ നിന്ന് ആള് പറഞ്ഞു ഒരു രക്ഷയില്ല, ഈ സാധനം തിരിച്ചെടുക്കാനൊരു വഴിയില്ല. കാരണം ഇവിടുന്ന് ഞങ്ങൾ തരുമ്പോൾ അത് കേടില്ലായിരുന്നല്ലോ, നിങ്ങൾ കൈകാര്യം ചെയ്ത് ശരിയായില്ല. അയാൾ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 150 രൂപ കൊടുത്ത് ഞാൻ ഇവിടുന്ന് മേടിച്ച് ഇത്രയും മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് സാധനം മാറ്റിത്തരണം. അവിടെ വഴക്കായി. അപ്പോ അയാൾ പറഞ്ഞു നാളെ ഞാനും വരും, ഇവിടെ വന്ന് ഈ റെയിൻകോട്ടും പിടിച്ച് ഞാൻ ഇവിടെ നിൽക്കും. എന്നിട്ട് ഇതിലെ വരുന്ന മുഴുവൻ ഞങ്ങളോടും പറയും നിങ്ങൾ മനുഷ്യൻ പറ്റിക്കുന്നത്. ഞാൻ പറഞ്ഞു അവരോട് നാളെ വരാൻ പറ, റെയിൻകോട്ട് ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് പിറ്റേ ദിവസം അയാൾ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അയാൾ റെയിൻകോട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഇതേപോലെ റെയിൻകോട്ടിന് പകരം നിങ്ങൾക്ക് എന്ത് സാധനമാണ് വേണ്ടത്, റെയിൻകോട്ട് നിന്ന് വാങ്ങിക്കണ്ട, കിടക്കില്ലേ, അതിന് പകരം നിങ്ങൾക്ക് വേണ്ട സാധനം എന്താ വെച്ചെടുത്തു. ഞാൻ എല്ലാ സാധനവും കൊണ്ടുനടന്ന് പരിചയപ്പെടുത്തി. ഓരോ സാധനത്തിന് ഗുണവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു 10-250 രൂപയുടെ സാധനം പുള്ളി വാങ്ങിച്ചു. ആർസിബിൽ ജോയിൻ ചെയ്യാൻ മെമ്പർഷിപ്പ് ഒന്നും പറഞ്ഞില്ല. MRP ആ സാധനം വിറ്റപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാറുള്ള പൈസയും കിട്ടി. പിന്നെ അയാളുടെ സൗഹൃദമൊക്കെ പറഞ്ഞ് പിന്നീട് ആൾ ജോയിൻ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ടീമിലോ ക്രോസ് ലൈനിലോ പറയാൻ ഇടവരുത്. ഒരു വ്യക്തിയെ കുറിച്ചാണെങ്കിലും സിസ്റ്റത്തിനെ കുറിച്ചാണെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിലും അത് പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ആളോട് മാത്രം പറയുക. വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മുതിർന്ന ആള് നിങ്ങൾക്ക് പരിസരത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആളോട് മാത്രം പറയുക. അല്ലാതെ എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ, ഒരു വ്യക്തിയെ കുറിച്ചുള്ള കാര്യമാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. എല്ലാവരുടെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചൊരു ബ്ലാക്ക് ഇമേജ് ഉണ്ടാകും. നമുക്ക് കുടുംബ ബന്ധങ്ങളെക്കാൾ പവിത്രമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഡ്യൂറബിലിറ്റി കൂടുതലുള്ള ആർസിബിലെ റിലേഷൻ. മക്കളെ കല്യാണം കഴിച്ച് അവരവരുടെ വഴിക്ക് പോകും, ജോലി കിട്ടി അവരുടെ വഴിക്ക് പോകും. പക്ഷെ ആർസിബിൽ നമ്മൾ എവിടെ പോയാലും അപ്ലൈനും ഡൗൺലൈനും നമ്മളെന്നും ഉണ്ടാകും. നമ്മളുള്ളിടത്തോളം കാലം, ആർസിബിൽ ഉള്ളിടത്തോളം കാലം. അതുകൊണ്ട് അതിനുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ
ഈ ഓരോ പോയിന്റിനെ കുറിച്ച് നമുക്ക് മണിക്കൂറുകൾ വിശദീകരിക്കണം. പക്ഷെ ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന അല്ലെ അഭിമുഖീകരിക്കുന്ന ഇനിയും വരാവുന്ന വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മൾ കൈകാര്യം ചെയ്ത് എന്തെങ്കിലും അപാകതയുണ്ടോ അതിനെ അനലൈസ് ചെയ്യാം, തിരുത്തൽ വരുത്തണമെങ്കിൽ വരുത്തുക. കാരണം ഒരു മെഷീൻ, ഒരു കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, അതിനൊരു സിസ്റ്റം ഉണ്ട്, അതിന് ഡിസൈൻ അനുസരിച്ച് വർക്ക് ചെയ്യും. പക്ഷേ മാനേജിങ് പീപ്പിൾ ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. അത് കേപ്പബിളായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ടീം നമുക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എഫക്റ്റീവായിട്ട് കേപ്പബിളായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് നമ്മൾ പഠിക്കണം. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കടങ്കഥ പറയായിരുന്നു. ഒരു കെട്ട് പുല്ല്, ഒരാട്, ഒരു കോഴി, ഒരു കുറുക്കൻ. ഇത് ഒരു വള്ളത്തേൽ അക്കരയ്ക്ക് കൊണ്ടുപോകണം. 3 എണ്ണം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആട് പുല്ല് തിന്നരുത്, കുറുക്കൻ കോഴിയെ തിന്നരുത്, ഒന്നിനും പരിക്കില്ലാതെ അങ്ങേയറ്റത്തെത്തിക്കണം. അത് പഠിക്കണം.